എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 11, 2026 സാറ്റർഡേ ആണ്. അപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡിലും പിന്നെ കറൻസിയിലൊക്കെയാണ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 5 വർഷങ്ങളായിട്ട് വോളിയം പ്രൊഫൈൽ എന്നൊരു സ്ട്രാറ്റജി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ടൂളാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള ചാനൽ പോലെ ആഴ്ചയിൽ നമ്മൾ സ്ട്രാറ്റജി മാറ്റി പുതിയ സ്ട്രാറ്റജി കൊണ്ട് വരാറില്ല. ജസ്റ്റ് വൺ സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുഴുവൻ, അതേപോലെ തന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ പഠിപ്പിക്കുന്നത് മുതൽ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേ അപ്ഡേഷൻസ് കൊണ്ടുവരാറുണ്ട്, അല്ലാതെ നമ്മൾ സ്ട്രാറ്റജി ഒരിക്കലും മാറ്റാറില്ല. ഓക്കെ, അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യം ഒന്ന് ഫസ്റ്റ് പറയാം. ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 19 റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കവറിങ് സെറ്റപ്പിൽ 21 SL എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് 89 റേഞ്ച് ആയിരുന്നു നമ്മളെ ടാർഗറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നലെ വീഡിയോയിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു 85 റേഞ്ച് നമുക്കൊരു സപ്പോർട്ടായിരുന്നു. 89 to 85 റേഞ്ച്. അവിടെ നിന്നാണ് നമുക്ക് വീഡിയോ എനിക്ക് വന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, 5 മണി ടൈമിലൊക്കെ ആയിരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മുടെ അടുത്ത് ഈ സെല്ലാണ് ഹോൾഡ് ഉണ്ടായിരുന്നത് അല്ലേ. 19 വന്ന ഫസ്റ്റ് കവറിങ്ങിൽ വന്ന ഒരു സെല്ലായിരുന്നു നമ്മുടെ അടുത്ത് ഹോൾഡ് ഉണ്ടായത്. ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഈ ലെവലല്ല, ഇത് ഞാൻ വീക്ക്ലി ലെവലിന് വേണ്ടി മാറ്റി വരച്ചതാണ്. നമ്മളുടെ ലെവൽ കാണാൻ നിങ്ങൾക്ക് 85 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, 85 to 89 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ സെല്ല് ബുക്ക് ചെയ്തു. നമ്മൾ 85 to 87 റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല പോയിൻ്റ്. ഓക്കെ, നമ്മളിപ്പോൾ 87ലാണ്, 85 ഓക്കെ 89 തന്നെ കൂട്ടാം. ഓൾമോസ്റ്റ് ഒരു 17 പോയിൻ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റിൽ ന്യൂസ് വന്നു, ട്രംപിൻ്റെ വകയുള്ള ക്യാൻഡലിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ നമ്മൾ 85 എന്നുള്ള ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 85 എന്നുള്ള ലെവൽ 1 മിനിറ്റിലാണ് ആ ലെവൽ ഹോൾഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് നിൽക്കുന്നുണ്ടായത്. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ലെവൽ ഓക്കെ, ഇത് ഞാൻ മാറ്റിയതാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു ബൈ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എടുത്തത് 93ലാണ്. നമ്മളെ SL എന്ന് പറയുന്നത് 91ൻ്റെ താഴെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും നമ്മൾ SL. ഓക്കെ, ഇത് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊടുക്കാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ പറയാറില്ല. കൊടുക്കാത്തത് മാർക്കറ്റ് അവിടെ വന്നു ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച ആളുകൾക്ക് അത് യൂസ്ഫുൾ ആകുകയെന്ന് എപ്പോഴാണ്, അവർക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ മാർക്കറ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 1314 റേഞ്ചായിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ടാർഗറ്റിൽ വന്നു മാർക്കറ്റ്. നമുക്ക് ഇവിടെയൊക്കെ ലെവലുണ്ടായിരുന്നു, ആ ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തത്, സെല്ല് വന്ന് അതിനുശേഷം താഴെ വന്നു മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്, കാരണം ഇത് ഇന്നലെ കൊടുത്തതാണ്, ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോയ്ക്ക് ശേഷം. അപ്പോൾ ഇനി ഈ വീക്കിലി ലെവൽ എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലെവലിൽ നമുക്ക് സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ടാകും, പക്ഷേ റീടെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് സെല്ല് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഈ വീക്കിൽ എന്ന് പറയുന്നത് ബൈ ആക്റ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മേലെ പോയി റീടെസ്റ്റിൽ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റും. ഇതായിരിക്കും നിങ്ങൾ SL എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 7 പോയിൻ്റ് SL ആണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ടാർഗറ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് മിനിമം ടാർഗറ്റായിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും 73 റേഞ്ച്. ഓക്കെ, ഞാൻ കളർ മാറ്റി റെഡിൽ കൊടുക്കാം. അപ്പോൾ ഗോൾഡിൽ ഇതാണ് സെറ്റപ്പ്. ഓക്കെ, ഫസ്റ്റ് മാർക്കറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഓയാണ്ടൻ്റെ ചാർട്ടാണ്. ആ 5 മിനിറ്റിൽ ക്യാൻഡിൽ എന്താണ്, മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെ പോയി റീടെസ്റ്റിലാണെങ്കിൽ നമുക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്, കാരണം ഓൾറെഡി മാർക്കറ്റ് നമ്മുടെ ലെവലിൻ്റെ മേലെയാണ്. അപ്പോൾ ഈ ലെവൽ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ബൈ എടുക്കാൻ പറ്റിയ ഒരു ലെവലാണ് 52 എന്നുള്ള ലെവൽ. 44 ആയിരിക്കും നിങ്ങൾക്ക് എന്തായിട്ട് SL വരുന്നത്. 8 പോയിൻ്റാണ് നിങ്ങൾക്ക് SL വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു റേഞ്ച് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഫസ്റ്റ് ഇവിടെ ടാർഗറ്റ് വെക്കുക, ഫൈനൽ ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും 60 പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ വീക്കിലി എന്ന് പറയുന്നത് 2 ബൈ സെറ്റപ്പാണ് വരുന്നത്. സെല്ല് വരണമെങ്കിൽ, സെൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലാവാത്തവരൊന്നുകൂടി ജസ്റ്റ് വോയിസ് കേൾക്കുക. ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം, അതേപോലെ തന്നെ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഈ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ മേലെ പോയി ഈ ഒരു ലെവൽ സ്വാഭാവികം നമ്മൾ ബൈ എടുക്കുന്ന ലെവലാണ്. ബൈയിൻ്റെ SL ഹിറ്റ് ആവണം, എങ്കിൽ മാത്രമാണ് റീടെസ്റ്റിൽ നമുക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു 80 പോയിൻറ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് 8 പോയിൻറ്റ് റിസ്ക് എടുക്കുകയാണെങ്കിൽ 8-9 പോയിൻറ്റ് റിസ്ക് എടുക്കുക. പിന്നെ 5 മിനിറ്റിൻ്റെ ക്ലോസിംഗ് ആയിരിക്കും. എല്ലാ കൺഫർമേഷനും 5 മിനിറ്റ് ക്യാൻഡലും ക്ലോസിംഗ് ആണ് കൺഫർമേഷനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലെവൽസ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് യൂസ്ഫുൾ ആവുള്ളൂ. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് വീക്കിലെ എല്ലാ ലെവൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് വരുന്ന ലെവൽസ് 80-90% ആക്യുറേറ്റ് ആണ്. ആ ലെവലിൽ 100% മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 100% വർക്കിംഗ് ആണ് തരുന്ന ലെവൽസ് എല്ലാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ പറയാറുണ്ട്, ഞാൻ അഡ്വാൻസ് ആയിട്ട് ലെവൽസ് കൊടുക്കും, അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോ മാർക്കറ്റ് പോയതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ആക്യുറേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നാസ്ഡാക്കിലൊരു ജസ്റ്റ് ഒന്നും പറഞ്ഞുതരാം. നാസ്ഡാക്കിൽ ഇന്നലെ ഒരു ട്രേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ 1 മിനിറ്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും കറക്റ്റ് ട്രേഡ് ആക്റ്റീവ് ആകുന്നതാണ്. ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുക്കുന്നത് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഈ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് പോയി അതിനുശേഷം തിരിച്ച് ഈ ലെവലിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ലെവലിന് മേലെ മാർക്കറ്റ് ഷൂട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി ലെവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാർഗറ്റ് ഈ ഒരു ഹൈ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെച്ചത് ഈ ഒരു ഹൈ ആയിരുന്നു. ഓക്കെ, 1:6.8 ഒരു 127 പോയിൻറ്റ് മാർക്കറ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 200 പോയിൻറ്റിൻ്റെ മേലെ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ SL എന്ന് പറയുന്നത് 18 പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, ഇതും കൊടുത്തതാണ്. ഇത് നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇതും കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുക്കാത്തതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്, പറയാറില്ല. ഓക്കെ, പിന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ US ഓയിലിൻ്റെത് ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. US ഓയിലിനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മളെ ലെവലിൽ വന്നു. എനിക്ക് തോന്നുന്നത് മോർ ദാൻ 6% നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് US ഓയിലിൻ്റെത്. ഓക്കെ, അതിനുശേഷം നാച്ചുറൽ ഗ്യാസിൻ്റെ ലെവൽസ് നമ്മളെ ലെവലിൻ്റെ താഴെ പോയി. ഇതായിരുന്നു നമ്മളെ ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ്. ഓക്കെ, കാരണം ഈ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ ലെവലായിരുന്നു നമ്മളെ ലെവൽ എന്ന് പറയുന്നത്. ജസ്റ്റ് 5 മിനിറ്റ്. ഓക്കെ, നമ്മളെ SL എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് മാത്രമാണ് നമ്മൾ SL ആയിട്ട് എടുക്കുകയുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറി എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ചെറിയ പോയിൻറ്റ് SL ആണ് നമ്മൾ കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. SL അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓപ്പോസിറ്റാണ് വരുന്നത്. മൂവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 4.5% എന്ത് ചെയ്തു, സോറി അതിനെക്കാട്ടും മൂവ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡലിൻ്റെ ക്ലോസ് കഴിഞ്ഞു. സെയിം SL ഇത്രേ ഉള്ളൂ. ഇതിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവാത്രേ ഉള്ളൂ. ഓക്കെ, 7.76% ആണ്. ഓക്കെ, ഇത് ഞാനിപ്പം വരച്ചതല്ല. നിങ്ങൾക്ക് ലാസ്റ്റ് സാറ്റർഡേ സൺഡേ ഞാനിട്ട് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും. ഈ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് ഞാൻ കൊടുത്തത് എന്നുള്ളത്. ഓക്കെ, US ഓയിലിൻ്റെത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. US ഓയിൽ ലാസ്റ്റ് വീക്കിൽ കൊടുത്ത ലെവൽസുകൾ തന്നെ ആയിരിക്കും. അതിനകത്ത് മാറ്റങ്ങളും കാര്യങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല. ഓക്കെ, TVC ഓക്കെ, ഇതായിരുന്നു നമ്മളെ ബൈയിങ് സോണ്. ഓക്കെ, സോറി ഓക്കെ, ഇതാണ് നമ്മളെ ബൈയിങ് സോണ്. കാരണം നമ്മൾ ദിവസമാണ് മാർക്കറ്റിൽ ട്രേഡ് ആയിട്ടുണ്ടായിരുന്ന 3-ാം തീയതി മൺഡേ ആണ് നമുക്ക് ബൈയിങ് ആക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ. ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൊടുത്തത്. നിങ്ങൾ ജസ്റ്റ് ഞാൻ സാറ്റർഡേ സൺഡേ ഇട്ട വീഡിയോ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സെല്ലിന് നമുക്ക് വ്യൂ ഉണ്ടായിട്ടില്ല, ബൈ മാത്രമാണ് വ്യൂ ഉണ്ടായിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മളെ ലെവലിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ 9.5%. ടോട്ടൽ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10% ആണ് നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഓയിലിൽ നമ്മൾ ലാസ്റ്റ് വീക്കിലിട്ട എല്ലാ ലെവൽസും മീൻസ് ലാസ്റ്റ് വീക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് മുന്നത്തെ വീക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് മുന്നത്തെ ഓൾമോസ്റ്റ് ഈ 3 വീക്കിലും നമ്മളെ ലെവൽ പക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ 3 വീക്കിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25%-ൻ്റെ മൂവ് ഗോൾഡിനകത്തുണ്ട്. 25% ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ ക്യാപിറ്റലിൻ്റെ ഗ്രോത്ത് അല്ല. ഗോൾഡ് US ഓയിലിൽ ഓൾമോസ്റ്റ് 35%-ൻ്റെ മൂവ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് US ഓയിലുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലെവൽ ഞാൻ എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം ഞാൻ അത് മാർക്ക് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ JPYയുടെ ലെവൽ ഞാൻ ഓൾറെഡി ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. മൺഡേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ബൈ ആക്റ്റീവായി ഒരുപാട് പോയിൻ്റ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ.
ഓക്കെ ഈ ഒരു ലെവൽ, ഓക്കെ സോറി ഇവിടെ ഉണ്ട് ലെവൽ മൺഡേ ഇതായിരുന്നു. ഇത് ഞാൻ അതിനുശേഷം ഇൻട്രാഡേക്ക് വേണ്ടി വരച്ച ലെവലാണ്. ഈ ഒരു ലെവലാണ് നമുക്ക് ഇതിൻ്റെ വിഭവ ആയിരുന്നു നമുക്ക് ബൈ സൈഡ് ഉണ്ടായിരുന്നത്. എസ് എൽ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ എസ് എൽ കൊടുക്കുന്നത്. ആ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൺഡേ ആണ് ആക്റ്റീവ് ആയത്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് 1% മൂവാണ്. ഓക്കെ 1% മൂവ്. ഓക്കെ ജസ്റ്റ് നിങ്ങൾ എസ് എൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട്, ഇതാണ് 0.05%. ഓക്കെ എസ് എൽ 0.05% ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1% മൂവ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി എത്ര വലിയ പ്രോഫിറ്റാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ ഇതും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ പിന്നെ നെക്സ്റ്റ്, ഓക്കെ ഇതിൻ്റെ ലെവൽസും ഞാൻ വരച്ചിട്ടില്ല. ലെവൽസ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എല്ലാ ലെവൽസും എല്ലാ ട്രേഡും കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് എന്നല്ല എല്ലാ കാര്യങ്ങളും ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുക. അവിടെ ഷെയർ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ വോളിയം പ്രൊഫൈൽ പഠിക്കുക, അല്ലെങ്കിൽ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഓക്കെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ മേടിക്കുന്ന പോലെ ഒരുപാട് പൈസ മേടിച്ചിട്ടുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളില്ല. ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇത്രയും നമ്മളെ സ്ട്രാറ്റജി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എത്ര പവർഫുൾ ആയിട്ടുള്ള ലെവൽസിലാണ് വോളിയം പ്രൊഫൈൽ വെച്ച് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുക. ഓക്കെ കാരണം ഞാൻ പറയാറുണ്ട് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് മാത്രമാണ് യൂട്യൂബിൽ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ എൻ്റെ ഒരു 10, 20, 30 വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പവർഫുള്ളായിട്ടാണ് നമ്മളെ ലെവൽസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പവർഫുള്ളായ ലെവൽ പഠിക്കാനുള്ള കോഴ്സ് അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിലും കാട്ടിയും ഏറ്റവും ചുരുങ്ങിയ ഫീസിലായിരിക്കും നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ അത് പഠിപ്പിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീസ് മേടിച്ച് പഠിപ്പിക്കാനുള്ള റീസൺ, നമ്മൾ ഇത് ഓൾറെഡി ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിലുള്ള സമയത്ത്. പക്ഷേ ആളുകൾക്കറിയാലോ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് പ്രത്യേകിച്ച് വാല്യൂം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏറ്റവും തുച്ഛമായ ഫീസ് മേടിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ പിന്നെ ഒരു കാര്യം പഠിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെ മേലുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ടിനാണ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത്. അതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ എൻ്റെ ലെവൽസ് നിങ്ങൾക്ക് എന്താണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ആ സെയിം മെത്തേഡിലാണ് ഞാൻ ലെവൽസ് വരച്ച് തരുന്നത്. അപ്പോൾ ആ ലെവൽസ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വോളിയം പ്രൊഫൈലിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ ഇത് ഇൻഡിക്കേറ്റർ അല്ല, ഇതൊരു ജസ്റ്റ് ഒരു ടൂളാണ്. വോളിയം ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ മാർക്കറ്റിൽ വോളിയം എപ്പോഴാണ് നമ്മൾ ട്രേഡ് നടക്കുന്നത് എങ്ങനെ മനസ്സിലാവുന്നത്, മാർക്കറ്റിൽ വോളിയം വരുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഹെവി വോളിയം വരുമ്പോഴാണ് ഹെവി ആയിട്ടുള്ള ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഏത് SMC ആയിക്കോട്ടെ ICT ആയിക്കോട്ടെ എല്ലാം ലിക്വിഡിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എല്ലാത്തിൻ്റെയും ലോജിക്ക് എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കാരണം നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുക്കുന്നുണ്ട്, ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണ്, അതെടുക്കാതെ നമ്മൾ ചുമ്മാ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, RSI ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ട്രെൻഡ് ഉണ്ട്, MACD കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ RSIയിൽ പറഞ്ഞു ബൈ എടുക്കൂ, പക്ഷേ എന്തുകൊണ്ട് ബൈ എടുക്കുന്നുണ്ട്, അപ്പം പറയും RSI അവിടെ പോയിക്കൊണ്ട് എന്താണ് കാര്യം, അതിൽ നിങ്ങൾക്ക് എന്താണ് കാരണം നിങ്ങളൊരു ബൈ എടുക്കുമ്പോഴും ഒരു സെല്ല് എടുക്കുമ്പോഴും അത് പച്ച മലയാളത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരണം അല്ലേ. എന്തുകൊണ്ട് ബൈ എടുത്തു, എന്തുകൊണ്ട് സെല്ലെടുത്തു. ചില ആൾ EMI നോക്കുന്നുണ്ട്, EMI പറഞ്ഞ് ബ്രേക്ക് ചെയ്തു സെല്ലെടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് സെല്ലെടുത്തു, EMI ബ്രേക്ക് ചെയ്തു. എന്താണ് EMI, അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ പേര് ട്രേഡിങ് എന്നല്ല. ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡിങ് എന്നൊരു കരിയർ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ബേസ് എന്താണ്, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പയ്യെ എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റ് 100% നമുക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന ട്രേഡ് നമുക്ക് കൺട്രോൾ ചെയ്യുക. അതെന്തുകൊണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ SL എവിടെ വെക്കണം, ആ SL എന്തിനാണ് ഞാൻ അവിടെ വെച്ചത്, ചില ആളുകൾ SL അടിച്ചിട്ട് എക്സിറ്റ് ആവാത്ത ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ആ SL അടിച്ചിട്ട് എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ 10 പോയിൻറ്റിൽ എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ തിരിച്ച് 100 പോയിൻ്റായിരിക്കും നമ്മൾ അതിന് പകരം കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ SL എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേടല്ല അല്ലേ, അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടാവും. അപ്പോൾ ആ SL അടിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ SL എന്ന് പറയുന്നത് നമ്മളെ പരാജയമാണ്. അപ്പോൾ ആ പരാജയം സമ്മതിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവത്തില്ല.
അപ്പോൾ ഏറ്റവും ചെറിയ SL ട്രേഡ് ചെയ്യുക, SL അടിച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കുക, അടുത്ത ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്നതായിരിക്കും. അത്ര ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾ ജസ്റ്റ് കോഴ്സിന് വേണ്ടി വരണ്ട, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ പഠിച്ച് ട്രേഡ് ചെയ്ത് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാം, നമ്മളെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ജസ്റ്റ് ഒന്ന് നിഫ്റ്റിയുടെ ലെവലും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. നിഫ്റ്റിയുടെ വീക്ക്ലി ലെവലാണ്, പ്രത്യേകിച്ച് ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് 2 ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്നലെ ആ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് ആ ലെവലിൻ്റെ മേലെ പോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ഈ ലെവൽസ് എല്ലാം വാലിഡ് ആണ്. ഓക്കെ. ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ ടോപ്പിലുള്ളത്. ഇതൊരു ബൈയിങ് സോണാണ് മാർക്കറ്റിൽ. അവിടെ സ്വാഭാവികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബൈയിങ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇനി ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബൈയിങ് സോണായിട്ട് ആക്ട് ചെയ്യും, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഈ താഴത്തെ മേലത്തെ ലെവൽ. ഓക്കെ. അപ്പോൾ ഈ ലെവൽ എക്സ്പയറി വരെ കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.